മനു അങ്കിളും സ്ട്രേഞ്ചർ തിങ്സും പിന്നെ കുറേ നൊസ്റ്റാൾജിയയും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഈ സ്ട്രേഞ്ചർ തിങ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന്. ഈ ഒരു സീരീസ് 2016 തൊട്ട് ഞാനിതിനെ വളരെ മനോഹരമായി ഫോളോ ചെയ്യുന്നുണ്ട്, അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായിരിക്കും അത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അതിനൊരിക്കലും ഒരു സയൻസ് ഫിക്ഷൻ എലിമെൻറ്റ് കൊണ്ടല്ല എനിക്ക് ആ ഇഷ്ടം വരുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ അതിനേക്കാളും ബെറ്റർ സിനാറിയോസുള്ള സയൻസ് ഫിക്ഷൻ സീരീസുകളും സിനിമകളും ഒത്തിരി വന്നിട്ടുണ്ട്. പിന്നെ ഒന്നിരുത്തി ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ റിപ്പീറ്റ് വാച്ച് ചെയ്യുന്നതെല്ലാം സീസൺ 1 ആണ്. അപ്പോൾ മനസ്സിലായി എവിടെയൊക്കെയോ മിസ്സ് ചെയ്യുന്നൊരു കുട്ടിക്കാലം, എന്തിനും തയ്യാറായി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കുറേ കൂട്ടുകാർ. പിന്നെ അന്നത്തെ നമ്മുടെ എല്ലാം ഒരു ഫാൻറ്റസി ആയിരുന്നു, എന്തെങ്കിലും ഒരു അഡ്വഞ്ചറിൽ നമ്മൾ പോയി പെട്ടിട്ട് നമ്മൾ തന്നെ മുതിർന്നവരെ അറിയിക്കാതെ അത് സോൾവ് ചെയ്ത് ഹീറോയായി മാറും. ഒന്ന് ഓർത്ത് നോക്കുമ്പോൾ ഇതേ ഒരു ഇഷ്ടമാണ് മനു അങ്കിൾ എന്ന് പറയുന്ന സിനിമയോടും ഉള്ളത്. മനു അങ്കിൾ എന്ന് കേൾക്കുമ്പോഴേ ഓർമ്മ വരുന്നത് ഒരു വെക്കേഷൻ ടൈമാണ്, അതായത് ഒരു വേനൽ അവധിക്കാലം. കസിൻസും കൂട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടുന്നു. അതും ഇഷ്ടപ്പെടാനുണ്ടായത് പ്രധാന കാരണം ഇത് തന്നെയാണ്. കുട്ടികളൊരു ക്രൈം വിറ്റ്നസ് ചെയ്യുന്നു. കുട്ടികൾ മുതിർന്നവരെ അറിയിക്കാതെ മനു അങ്കിൾ സിനിമയിൽ അവർ തന്നെ അത് റിസോൾവ് ചെയ്യാൻ നോക്കുന്നു. അവർ തന്നെ കുറ്റാന്വേഷകരെ പോലെ ഓടി നടന്ന് കുറ്റവാളികളെ കണ്ടെത്തുന്നു. പിന്നെ നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലെ സ്റ്റീവ് ഹാരിങ്ടണെ പോലെ നമ്മുടെ മനു അങ്കിളിലും മമ്മൂക്ക മുതിർന്ന ആളായിട്ടും കുട്ടികളോടൊപ്പം കളിച്ച് നടന്ന് അവരുടെ ഒരു ബേബി സിറ്റർ റോളൊക്കെ ഏറ്റെടുത്ത് അവരാണ് പുള്ളിക്കാരൻ്റെ ലോകം. ഒരു സയൻറ്റിസ്റ്റായിട്ട് പോലും പുള്ളി ആ പണി നോക്കാതെ കുട്ടികളുടെ ബേബി സിറ്റിംഗ് ജോബ് എടുത്ത് കൂളായി നടക്കുന്ന ഒരു ബാച്ചിലർ. ഈ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ രണ്ട് സൃഷ്ടിയോടും വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു നൊസ്റ്റാൾജിക്ക് പരമായ ഒരു അറ്റാച്ച്മെൻറ്റ് എന്തുകൊണ്ടോ എന്നെപ്പോലെ കുറച്ച് പേർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോഴും വളരെയധികം സ്കോപ്പുള്ള ഒരു ജോൺറയാണതെന്ന് തോന്നുന്നു. കുട്ടികൾ ഒത്തുകൂടുന്നു, അവരൊരു ക്രൈം വിറ്റ്നസ് ചെയ്യുന്നു, മുതിർന്നവരെ ഇൻവോൾവ് ചെയ്യാതെ അവർ തന്നെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് റിസോൾവ് ചെയ്യാനായിട്ട് നോക്കുന്നു. ഒരു പോയിന്റിൽ കുട്ടികളും മുതിർന്നവരും തമ്മിൽ കണ്ടുമുട്ടുന്നു. ആൻഡ് മുതിർന്നവരെ ഞെട്ടിച്ചുകൊണ്ട് കുട്ടികൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ആ ഒരു കേസിൻ്റെ 3/4 ഭാഗത്തോളം സോൾവ് ചെയ്ത് കഴിഞ്ഞു. അത് ആകസ്മികമായി സംഭവിച്ച പോലെ ഒരേപോലത്തെ കഥാപാത്രങ്ങൾ, ഒരേപോലത്തെ കഥാപശ്ചാത്തലം, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയ കൊണ്ട് ബോണ്ട് ചെയ്യപ്പെട്ട ഒരു സിനിമയും ഒരു സീരീസും. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കൂട്ടുകാരോടൊത്ത് ചേർന്ന ഒരു ടൈം, ഒരു വെക്കേഷൻ ടൈമും അവിടെ നടക്കുന്ന ചില മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഇവൻറ്റ്സും അത് സോൾവ് ചെയ്യാനായി സൈക്കിളിൽ ഓടി നടക്കുന്ന കുട്ടികളും അവരെ ബേബി സിറ്റ് ചെയ്തുകൊണ്ട് വളരെ കൂളായിട്ടുള്ള ചില ക്യാരക്ടേഴ്സും. മലയാളത്തിൽ ആ റോള് മമ്മൂക്ക ഗംഭീരമാക്കിയപ്പോൾ വി ആർ വിറ്റ്നസിങ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ സ്ട്രേഞ്ചർ തിങ്സ്.